ടെറസിലേക്കുള്ള വ്യൂ ആണ് ഇവിടെ അറ്റാച്ച്ഡ് ബാൽക്കണിക്ക് നൽകിയിരിക്കുന്നത്. അവിടെ ഇരിക്കാനുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫർണിച്ചർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ കോമൺ സ്പേസ്, അതായത് ഡൈനിങ് സ്പേസ്, നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ്, സ്റ്റെയർ ഏരിയ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വാഷ്റൂം ഇതിനോട് ചേർന്ന് തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ വാഷ്റൂമിൻ്റെ ഒരു വാൾ കംപ്ലീറ്റ് ഗ്ലാസ് വാൾ, ട്രാൻസ്പെറൻറ്റ് വാളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇൻ്റർനാഷണൽ ഹോട്ടൽസിലൊക്കെ കാണുന്ന രീതിയിൽ വാഷ്റൂം വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബ് കൺസെപ്റ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ, നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ വാർഡ്രോബ് ഏരിയ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അധികം നമ്മുടെ നാട്ടിൽ ഈ ഒരു പാറ്റേൺ ചെയ്ത് കാണാറില്ല. ഇതേപോലെ ഒരു ടെമ്പററി പാർട്ടീഷൻ, അതിൻ്റെ പുറകിൽ ഇതേപോലെ ഒരു വാക്കിംഗ് വാർഡ്രോബ് ഏരിയ നൽകിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ വരുന്ന ഫ്യൂംസ് അല്ല, ഇത് ആ ലൈറ്റ് എഫക്റ്റിൽ വരുന്നതാണ്. നീരാവി കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. നല്ല രസമുള്ളൊരു ഐറ്റം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അധികം ആളുകൾക്കും ഉള്ളൊരു കൺസെപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ വേണം, എന്നാൽ തന്നെ ഷോ കിച്ചൺ വർക്ക് ഏരിയ സെപ്പറേറ്റഡ് ആയിട്ട് വേണം. എന്നാൽ അത് ക്ലോസ്ഡ് ആവാനും പാടില്ല, നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണം. അതിന് ഈ ആർക്കിടെക്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. രസമുള്ള ഒരു കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ഫിനിഷ് നമുക്ക് വാളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് പുറക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇല്യാസ് ആയിഷ ഇല്യാസ് ദമ്പതികളുടെ വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലേഔട്ടുള്ള ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ ഫീച്ചർ ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റുള്ള എനസ്റ്റേ ആർക്കിടെക്ട്സ് ആണ് വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു നിയോ ക്ലാസിക്കൽ സ്റ്റൈലിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു യു ഷേപ്പിൽ സിറ്റ് ഔട്ടൊക്കെ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ തീർച്ചയായിട്ടും വീടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. 1 by 1 ആയിട്ട് നമുക്ക് ഓരോ എലമെൻറ്റുകളും ഒന്ന് നോക്കാം. സോ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെയാണ് കാർ പോർച്ച് ഏരിയ നൽകിയിരിക്കുന്നത്. നിലത്ത് വിരിച്ചിരിക്കുന്നത് പേവർ സ്റ്റോൺ ആയിട്ട് വിരിച്ചിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺസ് ആണ്. ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുന്ന കല്ലാണ് വിരിച്ചിട്ടുള്ളത്. അതിനിടയിലേക്കൂടെ ഗ്രാനൈറ്റ് സ്ട്രിപ്പുകൾ വിരിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീല് നമ്മുടെ മുറ്റത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫർണിച്ചർ ഐറ്റംസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 സീറ്റേഴ്സ് നൽകിയിരിക്കുന്നു. ഒരു കുഞ്ഞ് സെൻറ്റർ ടേബിൾ ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സീറ്റേഴ്സ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഡിസൈന്. നല്ല മനോഹരമായിട്ടുള്ളൊരു മോഡേൺ ഡോർ ഡിസൈൻ തിരയുന്ന ആളുകൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നൊരു ഡിസൈനാണിത്. ഡോറിൻ്റെ സെയിം ഫിനിഷ് തന്നെ മുകൾ ഭാഗത്ത് പാനലിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം കണ്ടിന്യൂവേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ ഡിജിറ്റൽ ലോക്കാണ് നൽകിയിരിക്കുന്നത്. ഷാർപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡിജിറ്റൽ ലോക്ക് യൂസ് ചെയ്തിരിക്കുന്നു. നല്ലൊരു പ്രീമിയം ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ട് ഇൻറ്റീരിയർ പാർട്ട് നമുക്കൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നത് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. പ്രീമിയം സ്റ്റൈലിലാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അത് മോഡേൺ ഇൻറ്റീരിയർ ഡിസൈൻ സ്റ്റൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീട്ടിലെ ഫോർമൽ ലിവിങ് സ്പേസ്. ഇവിടുത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നോക്കാം. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കിഡിലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സോഫ സീറ്ററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമൈസ്ഡ് സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ ടോണാണ് വരുന്നത്. അടിയിൽ ആർട്ടിഫിഷ്യൽ ലെതർ, മുകൾ ഭാഗത്ത് ക്ലോത്ത് ഫാബ്രിക്കുമാണ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു മോഡേൺ സോഫ ഇവിടെ നൽകിയിട്ടുണ്ട്. സോഫ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു മോഡേൺ ഫീല് വരുന്ന സോഫയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ ഫർണിച്ചറൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടിപൊളിയായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഫർണിച്ചറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മിക്ക ഫർണിച്ചേഴ്സും ഇമ്പോർട്ടഡ് ആണ്. ചൈനയിൽ നിന്ന് ഈ ആർക്കിടെക്റ്റിൻ്റെ കൂടെ തന്നെ ഹൗസ് ഓണറും പോയിട്ട് പിക്ക് ചെയ്തെടുത്തിട്ടുള്ള ഫർണിച്ചേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതെല്ലാം. നേരെ നമ്മൾ വാൾ പാനലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ചാർക്കോൾ പാനൽസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഫിനിഷ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ഒരു ഗ്രേ ഫിനിഷിനോട് വാളിന് കൊടുത്തിരിക്കുന്നത് ഗ്രേ കളറാണ്. അതിനോട് നല്ല മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ലൂവർ ടൈപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതേപോലെ ഒരു റോമൻ ബ്ലൈൻഡ്, അതേപോലെ ഒരു ബോർഡർ നൽകിയിരിക്കുന്നു. ഒരു ഗോൾഡൻ ഷേപ്പ് വരുന്ന ബോർഡറാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു റെഗ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യം സെൻറ്റർ ടേബിളും നൽകിയിരിക്കുന്നു. നല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു സെൻറ്റർ ടേബിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ് സ്പേസിൽ നിന്നും നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ കോമൺ ഏരിയയിലേക്കാണ്. എന്ന് വെച്ചാൽ ഇവിടെയാണ് വീടിൻ്റെ ഡൈനിങ് സ്പേസ്, ഫാമിലി ലിവിങ് സ്പേസ് എല്ലാം വരുന്നത്.
നേരെ നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സ്റ്റെയർ ഏരിയ ആണ്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് വരാം. ഒരുപാട് കാര്യങ്ങൾ സ്റ്റെയർ കേസിൽ പറയാനുണ്ട്. നേരെ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഫാമിലി ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൈസിലാണ് ഈ ഒരു സോഫ സീറ്റർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന സോഫയാണ്. നമുക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിൽ നിന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ആർക്കിടെക്റ്റ് ഇതിൻ്റെ ഡ്രോയിങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് അവർ നമ്മൾ കൊടുത്ത സ്പെസിഫിക്കേഷനിൽ സോഫ പണിതിട്ട് നമുക്കിങ്ങോട്ട് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തിരിക്കുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഈ കാണുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റ്. 8 ആളുകൾക്ക് ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ കഴിഞ്ഞാൽ പുറത്ത് ഒരു പാറ്റിയോ സ്പേസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ നൽകിയിരിക്കുന്നു. അതിന് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു റൂഫിങ്ങും നൽകിയിട്ടുണ്ട്. ഈ റൂഫിങ്ങിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റൂഫിങ്ങിലൊക്കെ ലൈറ്റ് വരുന്ന രീതിയിലാണ്. ഈവനിങ് ടൈം ആണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ നമുക്കിവിടെ വന്ന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ഒരു പാറ്റിയോ സ്പേസ് ആണ്. അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണ് ഇവിടെ സ്ലൈഡിംഗ് ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ ഇത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രൈവസി വീടിന് ഉറപ്പുവരുത്താനും സാധിക്കും. ഈ ഭാഗത്ത് വാൾ പാനലിങ് ചെയ്തിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള വാൾ പാനലിങ്. ഇതിൽ ഓരോ ഭാഗത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻസ്, ലൈറ്റ്സുകൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ലൈറ്റ്സും ഫർണിച്ചറും അതൊക്കെ കൃത്യമായിട്ടൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആർക്കിടെക്റ്റിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ആർക്കിടെക്ട്സിനെ ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. കാലിക്കറ്റ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന എനസ്റ്റെ ആർക്കിടെക്ട് ഷഹസാദാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ പ്ലാനിങ്ങും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും എല്ലാം ആ ഷഹസാദിൻ്റെ കഴിവിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു ആം ചെയർ നൽകിയിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഷീറ്റ്, ഒരു റെഡ് ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിവിടെ ഒരു ബട്ടൺ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഹൈലൈറ്റഡ് പോർഷനായിട്ട് റിവോൾവിങ് ആട്ടോ. നമുക്ക് ഇതേപോലെ ഇത് റിവോൾവ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഹോം ഓഫീസ് സ്പേസ്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇതേപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു കസ്റ്റം സൈസിൽ ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തിട്ടുള്ള സോഫയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ഓഫീസ് ടേബിളും അതിൻ്റെ ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസ് ടേബിളൊക്കെ വളരെ പ്രീമിയം സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാൾ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്രിലിക് ലാമിനേറ്റ് യൂസ് ചെയ്തിട്ടാണ്. നല്ല പ്രീമിയം സ്റ്റൈലിലുള്ള ലാമിനേറ്റ്സ് ആണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിൽ ഇതേപോലെ ഒരു വുഡ് ഫയർ വർക്ക് വരുന്ന രീതിയിലുള്ള ലൈറ്റ് എഫക്റ്റ് നൽകിയിട്ടുണ്ട്. ആക്ച്വലി ഇത് യഥാർത്ഥത്തിൽ വരുന്ന ഫ്യൂംസ് അല്ല, ഇത് ആ ലൈറ്റ് എഫക്റ്റിൽ വരുന്നതാണ്. നീരാവി കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. നല്ല രസമുള്ളൊരു ഐറ്റം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻറ്റ് മോഡലാണ്. നല്ല ഭംഗിയുള്ളൊരു ഐറ്റം കൂടിയാണ്. എലഗൻ്റ് ആയിട്ട് ക്ലാസി ആയിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ഡിസൈനർ ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ലീഫ് വരുന്ന ഡിസൈനർ ഫാൻ വിത്ത് ലൈറ്റാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റും, ഫാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റിംഗ്, അതേപോലെ COB ലൈറ്റിംഗ് എല്ലാം സീലിംഗിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടുത്തെ ബെഡ്റൂമുകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. രണ്ടും സ്റ്റെയർ കോഴ്സിനോട് ചേർന്നിട്ട് ഈ ഭാഗത്താണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നു, മറ്റൊരു ബെഡ്റൂം ഈ ഭാഗത്താണ് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു പ്രെയർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു നിസ്കാര മുറി സെറ്റ് ചെയ്തിരിക്കുന്നു. അതിന് ആ ഒരു ആംബിയൻസ് ഒക്കെ നൽകിയിട്ട് നല്ല രസത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് നിസ്കാരമുറി സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിസൈൻ റെഫറൻസ് നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് തന്നെ സീലിങ്ങും ഫ്ലോറിങ്ങും ഒക്കെ നൽകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബെഡ്റൂമുകൾ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് താഴത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ബെഡ്റൂമിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടൊരു മോഡേൺ സ്റ്റൈൽ ബെഡ്റൂം ചെയ്യണമെങ്കിൽ എത്ര സൈസ് വേണമെന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒരു 4.5 മീറ്ററാണ് ഇവിടെ വീതി വരുന്നത്, 5.5 മീറ്ററാണ് ഇവിടെ നീളം വരുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഫുൾ ഹൈറ്റിലുള്ളൊരു വാർഡ്രോബ് ചെയ്യാൻ സാധിക്കും. അതിൽ നമുക്ക് ഏകദേശം ഒരു 6 ഡോറുകളുള്ള വാർഡ്രോബാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ വാർഡ്രോബിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു പിൻട്രസ്റ്റി വൈബായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതേപോലെ കുഷൻ കവേർഡ് ആയിട്ട് വരുന്ന ഒരു ഹെഡ് ബോർഡ് വരുന്ന കട്ടിൽ,
കിങ് സൈസിൽ വരുന്നു. 2 സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ബാക്കിൽ ഹൈലൈറ്റ് ചെയ്ത വാളിലേക്ക് നോക്കുകയാണെങ്കിൽ കിഡിലനായിട്ടുള്ള മോഡേൺ ഡിസൈനാണ് ബാക്ക് വാൾ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു മെറ്റൽ ആർട്ട് വിത്ത് ലൈറ്റ് സെൻറ്ററിൽ നൽകിയിരിക്കുന്നു. നല്ല രസമുള്ള 2 ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വീട്ടിലെ ലൈറ്റുകളൊക്കെ എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഫാൻസി ലൈറ്റ്സ് ആണെങ്കിലും ഫേർണിച്ചർ ആണെങ്കിലും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഫേർണിച്ചേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു പർപ്പസോ റിക്വയർമെൻറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആർക്കിടെക്റ്റിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഹെൽപ്പ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഒരു പ്രൊഫഷണൽ സർവീസ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ഹോം മേക്ക് ഓവർ ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾക്ക് അതിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും കമൻറ്റും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസും കോൺടാക്ട്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിസൈനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു ഷെൽഫ് നൽകിയിരിക്കുന്നു. അതിൽ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള പ്ലേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വളരെ പ്രീമിയം ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ഒക്കെ ഗ്ലാസ് സെപ്പറേഷൻ നൽകിയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഡിസൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈൻ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ കളർ കോമ്പിനേഷനിലേക്ക് വരുന്ന സമയത്ത് വേറൊരു മൂഡിലേക്ക് വന്നിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ സൈസ് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. അറൗണ്ട് ഒരു 20 ഫീറ്റ് 6 മീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു ബെഡ്റൂം ഡിസൈനാണ് വരുന്നത്. ഒരു 17 ഫീറ്റ് ഇവിടെ വിഡ്ത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിഡ്ത്തും സൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് നിങ്ങൾക്ക് നൽകാം. പ്രീമിയം സ്റ്റൈലിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ ഭാഗത്തൊരു സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിളാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വലിയ മിറർ കൊടുത്തുകൊണ്ട് തന്നെ റൂമിൻ്റെ ആംബിയൻസ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ലാമിനേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ലൈറ്റിൻ്റെ ഓറ കൂടെ വരുന്ന സമയത്ത് ആ ഒരു ഭാഗം നല്ല രീതിയിൽ എൻഹാൻസ് ആവുന്നുണ്ട്. സൈഡിൽ നൽകിയിരിക്കുന്നത് ഹാങ്ങിങ് ലൈറ്റ് ആണ്. നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് മോഡേൺ സ്റ്റൈലിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു ബെൽറ്റ് ഫീൽ കിട്ടുന്ന രീതിയിൽ എവിടെയാണ് അതിൻ്റെ വയറ് വരുന്നത്, എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ മനോഹരമായിട്ടുള്ള ലൈറ്റാണ് ഈ ഒരു റൂമിൽ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ വാർഡ്രോബിലേക്ക് വരികയാണെങ്കിൽ നേരെ ഈ ഭാഗത്ത് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നു. ഈ വീട്ടിലെല്ലാ വാർഡ്രോബുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചെറിയ വാർഡ്രോബൊക്കെ ആകുമ്പോൾ സ്റ്റോറേജ് സ്പേസ് മതിയാവാത്തൊരു പ്രശ്നമുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഫുൾ മുകൾ ഭാഗത്തടക്കം ഫുൾ ഹൈറ്റിൽ നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്ന വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാനിറ്റി കൗണ്ടർ നല്ല പ്രീമിയം സ്റ്റൈലിലാണ് നൽകിയിരിക്കുന്നത്. കളർ കറക്ഷൻ്റെ കാര്യത്തിൽ ഈ ആർക്കിടെക്റ്റിൻ്റെ വർക്ക് ടോപ്പ് ക്ലാസ് ആണെന്നുള്ള കാര്യം നമുക്ക് പറയേണ്ടി വരും. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ കാണുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു സെപ്പറേറ്റ് നമുക്ക് പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഒരു വാളൊക്കെ നൽകിയിട്ടാണ് വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതേപോലുള്ള ചെറിയ ക്ലാഡിങ് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ്. നല്ല പ്രീമിയം ക്ലാഡിങ് സ്റ്റോൺസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ മെറ്റലും സ്റ്റോണും വരുന്നുണ്ട്. മിറർ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നൽകിയിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ലൈറ്റൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് തന്നെ കൊണ്ടുവരാൻ ആർക്കിടെക്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ കാര്യം നമ്മുടെ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് ദ ആളുകളും എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുന്നത് കിച്ചൺ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. കിച്ചൺ കാണിച്ചു തരാം. നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചണാണ്. അധികം ആളുകൾക്കും ഉള്ളൊരു കൺസെപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ വേണം. എന്നാൽ തന്നെ ഷോ കിച്ചൺ വർക്ക് ഏരിയ സെപ്പറേറ്റഡ് ആയിട്ട് വേണം. എന്നാൽ അത് ക്ലോസ്ഡ് ആവാനും പാടില്ല. നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണം. അതിന് ഈ ആർക്കിടെക്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഷോ കിച്ചണിലാണ്. എലഗൻ്റ് ആയിട്ട് ഒരു ഐലൻഡ് ടേബിളൊക്കെ നൽകിയിട്ട് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഒരു മോഡേൺ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് കബോർഡ് ഏരിയാസ് നൽകിയിരിക്കുന്നത്. റോസ് ബ്രൗൺ എന്നാണ് ഈ ഒരു കളറിനെ പറയുക. അത്ര നമുക്ക് അധികം കണ്ട കളറല്ല, യുണീക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അക്രിലിക് ഫിനിഷിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി അക്രിലിക് ആണ് ഇവിടെ നൽകിയിരിക്കുന്ന ലാമിനേറ്റ്. കൗണ്ടർ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് കോഡ്സ് ആണ്. നല്ല രസമുള്ള ഒരു കോഡ്സ് പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം പാറ്റേൺ തന്നെ വാളിലും നൽകിയിട്ടുണ്ട്. നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അപ്പർ ക്യാബിനറ്റ്സ് നൽകിയിരിക്കുന്നു. ലോഫ്റ്റ് ഏരിയ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ ടോൾ യൂണിറ്റ് നൽകിയിട്ട് ഫ്രിഡ്ജ്, ഓവൻ, OTG, ഇതേപോലെ നമ്മുടെ പാൻട്രി യൂണിറ്റ് എല്ലാം ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഭാഗമാണ് ഈ ഒരു ഏരിയ.
ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്രോക്കറി ഷെൽഫാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ക്രോക്കറി ഐറ്റംസും നന്നായിട്ട് പ്രീമിയം സ്റ്റൈലിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ ഇതേപോലൊരു കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നു. ദെൻ ഈ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് സ്പേസിന്റെ ഇപ്പുറത്തേക്ക് വർക്ക് ഏരിയ ആണ്. നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സിങ്ക്, അതേപോലെ ഹുഡ് ആൻഡ് ഹോബ് പാത്രങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്പേസ് ഇതാണ്. നമുക്ക് നല്ല ഭംഗിയിലും വൃത്തിയിലും കൊണ്ട് നടക്കേണ്ട ഷോ കിച്ചൺ നേരെ മുമ്പിലുണ്ട്. അപ്പോൾ കിച്ചൺ എപ്പോഴും നമുക്ക് നല്ല വൃത്തിയോടെയും ഭംഗിയോടെയും കൊണ്ട് നടക്കാൻ സാധിക്കും. മാത്രമല്ല ഈ വർക്ക് ഏരിയയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഷോ കിച്ചണിൽ വന്നിരിക്കുന്ന ഗസ്റ്റിനോട് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാനും ഈ ഒരു ഡിസൈൻ കൊണ്ട് സാധിക്കും. വീടുകളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന വേറൊരു ഏരിയ ആണ് സ്റ്റെയർ കേസ് ഭാഗം. ഒരു നോർമൽ സ്റ്റെയർ കേസ് ആയിട്ട് ഇതിനെ ഒതുക്കി നിർത്തുന്നതിലും പകരം വീടിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആക്കി മാറ്റുന്നതിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്റ്റെയർ കേസ് അതിന് പറ്റിയൊരു കിഡിലൻ സ്പോട്ടാണ്. ഈ ഒരു വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പൈറൽ സ്റ്റെയർ കേസ് ആണ്. കോൺക്രീറ്റിലാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. നോർമലായിട്ട് സെറ്റ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ സ്റ്റെപ്പുകൾ സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതേപോലെ ഒരു പാരാബോളിക് കർവ് ആയിട്ട് ചെയ്ത് അതൊരു പ്ലാറ്റ്ഫോം പോലെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഫ്ലോറിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാർബിളാണ്, ഇറ്റാലിയൻ മാർബിളാണ്. അത്യാവശ്യം ഒരു പ്രീമിയം സ്റ്റൈലിൽ ചെയ്യുന്ന ഇറ്റാലിയൻ മാർബിളാണ് സ്റ്റെപ്പുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പുകൾക്കും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാർബിളിൽ ലൈറ്റ് തെളിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഓരോ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വാളിൽ നൽകിയിരിക്കുന്ന ഹൈലൈറ്റ്. ലെയർ ടൈപ്പിൽ ലൈറ്റിംഗ് നൽകിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. RCM ഫോം എന്നാണ് ഇത്തരത്തിലുള്ള സ്റ്റോൺ ഫിനിഷ് ഫോമിനെ നമ്മൾ വിളിക്കുക. ടെക്സ്റ്റേർഡ് ലാമിനേറ്റ് എന്നാണ് ഈ ഒരു ലാമിനേറ്റിനെ വിളിക്കുന്നത്. നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ഫിനിഷ് നമുക്ക് വാളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെയർ കേസ് കയറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാണെന്ന് പറയാം. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്, കേർവ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ഹാൻഡ് റെയിൽ. ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡൈനിങ് സ്പേസിലേക്കുള്ള വ്യൂ ഒക്കെ നമുക്ക് ലഭിക്കും. മാത്രമല്ല നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഡൈനിങ് സ്പേസിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തു നിന്നുള്ള വ്യൂ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ലഭിക്കും. നേരെ നമ്മൾ കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിങ് സ്പേസിൽ വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. നല്ലൊരു സോഫ സെറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. നോക്കി ഈ സോഫ സെറ്റിൻ്റെ ഡിസൈൻ ഒരു സ്റ്റോൺ ഫിനിഷിലൊക്കെ ചെയ്തിരിക്കുന്ന സോഫ സെറ്റ്. ഒരു ഓക്ലേ ഫാബ്രിക് പോലത്തെ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. എത്ര കളേഴ്സാണെന്ന് നോക്കും. മോഡേൺ സ്റ്റൈലിൽ മൾട്ടി കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സോഫ സെറ്റ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നല്ല രസമുള്ളൊരു TV യൂണിറ്റ്. സാധാരണ നമ്മൾ കാണാത്ത രീതിയിലുള്ള കേർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് ഒക്കെ വരുന്ന തരത്തിലുള്ള ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. പ്രീമിയം ലാമിനേറ്റ്സ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ബെഡ്റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഫീച്ചർ ചെയ്തതിൽ ഏറ്റവും പ്രീമിയം സ്റ്റൈലിലുള്ള ഒരു ബെഡ്റൂമാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ബെഡ്റൂമിനകത്തേക്ക് വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ഡോർ ഡിസൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഭംഗിയുള്ള മോഡേൺ ഫിനിഷിൽ വരുന്ന ഡോർ ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. ഗ്രൂസ് നൽകിയിരിക്കുന്നു. സാധാരണ വെർട്ടിക്കലായിട്ട് ഹോറിസോണ്ടലായിട്ടാണ് ഗ്രൂസ് കൊടുക്കുകയെങ്കിൽ ഡയഗണലായിട്ട് ഇവിടെ ഗ്രൂസ് നൽകിയിരിക്കുന്നു. എൻഡിൽ ഇതേപോലെ ഗോൾഡൻ സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. നേരെ റൂമിനകത്തേക്ക് വന്നാൽ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു വെൽക്കം ഏരിയ നൽകിയിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു ബിഗ്ഗർ ആയിട്ടുള്ള റൂമാണ്. അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഇതേപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നു. കസ്റ്റമൈസ്ഡ് സൈസിൽ ചെയ്തിരിക്കുന്ന സോഫ സീറ്റേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓപ്പോസിറ്റ് വാളിലേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു TV യൂണിറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലാമിനേറ്റ്സ് ആണ് ഇവിടെ വാളിൽ നൽകിയിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ലാമിനേറ്റ്സ് ആണ് ഇത്തരം ലാമിനേറ്റ്സിനെ വിളിക്കുക. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിലും മിറർ ഫിനിഷ് ആയിട്ടുള്ള ഒരു സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ മോഡേൺ ഫീലിനോട് 100% സ്യൂട്ടബിൾ ആവുന്ന ലാമിനേറ്റ്സ് ആണ് സീലിംഗിൽ നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ കാണാനുള്ളത് വാർഡ്രോബ് സ്പേസ് ആണ്. നോക്കൂ, ഫുൾ ഹൈറ്റിൽ നല്ല ലെങ്ത്തിൽ ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബ് സ്പേസ്. 6 ഡോറുകളാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഡ്രസ്സുകളും ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിന് നൽകിയിട്ടുണ്ട്. നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് വാഷ്റൂം ഡിസൈൻ. വാഷ്റൂമിൻ്റെ ഡിസൈനൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതിന് മുമ്പ് ബെഡ്റൂമിൻ്റെ ഇൻസൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം. നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിംഗ് ഏരിയ എത്തി. ഇവിടെയാണ് നമ്മുടെ കോട്ട് ഇടുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതും ഇമ്പോർട്ടഡ് ഫിനിഷിൽ വരുന്ന കിഡിലൻ ഹെഡ് ബോർഡൊക്കെ വരുന്ന ഒരു കട്ടിൽ നൽകിയിരിക്കുന്നു. 2 സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെ ഒരു ഭംഗി നോക്ക്. നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് കൗണ്ടർ ടോപ്പ് വരുന്ന നല്ല മെറ്റൽ ഹാൻഡിൽസ് വരുന്ന ഒരു കിഡിലൻ സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. നേരെ അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിലുള്ള വാൾ പാനലിംഗ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ടെക്സ്റ്റേർഡ് ആയിട്ട് ഒരു സ്റ്റോൺ ഫിനിഷ് പുട്ടി വർക്കിൽ ടെക്സ്റ്റേർഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഒരു മെറ്റൽ ആർട്ട് വിത്ത് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. സൈഡിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കും. അങ്ങനെ ടോട്ടലി
നമുക്കൊരു കിഡിലൻ പ്രൊഫഷണൽ വർക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു റൂമിൽ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഒരു കിഡിലൻ ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്, സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ. അതിലൊരു മിറർ നൽകിയിരിക്കുന്നു, നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്. ഇതാണ് അതിൻ്റെ ഒരു ചെയർ നൽകിയിട്ടുള്ളത്. ആ ഒരു ബെൽറ്റ് ഫീൽ വരുന്ന ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാൽക്കണി നൽകിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ ബാൽക്കണിക്ക് ഔട്ട്ഡോറിലേക്കുള്ള വ്യൂ ആണ് നമ്മൾ കൊടുക്കുകയെങ്കിൽ ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇൻഡോറിലേക്കുള്ള വ്യൂ ആണ് ഇവിടെ അറ്റാച്ച്ഡ് ബാൽക്കണിക്ക് നൽകിയിരിക്കുന്നത്. അവിടെ ഇരിക്കാനുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫർണിച്ചർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ കോമൺ സ്പേസ്, അതായത് ഡൈനിങ് സ്പേസ്, നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ്, സ്റ്റെയർ ഏരിയ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ റൂമിൽ ഇനിയും സ്പെഷ്യാലിറ്റീസ് ഒരുപാടുണ്ട്. നമ്മൾ തിരിച്ച് ബാൽക്കണി സ്പേസിൽ നിന്ന് റൂമിനകത്തേക്ക് വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞു വാഷ്റൂം ഇതിനോട് ചേർന്ന് തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ വാഷ്റൂമിൻ്റെ ഒരു വാൾ കംപ്ലീറ്റ് ഗ്ലാസ് വാൾ, ട്രാൻസ്പെറൻറ്റ് വാളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇൻ്റർനാഷണൽ ഹോട്ടൽസിലൊക്കെ കാണുന്ന രീതിയിൽ വാഷ്റൂം വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. പ്രൈവസി ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കർട്ടൻ ഉണ്ട്, കർട്ടൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവസി നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കും. വാഷ്റൂമിന്റെ ഡീറ്റെയിലിംഗിലേക്ക് വരാം. നല്ല പ്രീമിയം സ്റ്റൈലിലാണ് വാഷ്റൂം ചെയ്തിരിക്കുന്നത്. നല്ല സൈസുള്ള വാഷ്റൂമാണ്. ഇവിടെയാണ് വെറ്റ് ഏരിയ വരുന്നത്. കുളിക്കുന്ന ഷവറും കാര്യങ്ങളൊക്കെ ദാ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സ്പാ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രൈ ഏരിയ, ക്ലോസറ്റ് ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ നൽകിയിരിക്കുന്നത് വിട്രിഫൈഡ് മാറ്റ് ഫിനിഷ് ടൈലുകളാണ്. അതിൽ തന്നെ ഫ്ലോറിൽ നൽകിയിരിക്കുന്ന സെയിം ടൈല് തന്നെ വാളിലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പാറ്റേൺ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ വാനിറ്റി കൗണ്ടർ അല്ലെങ്കിൽ വാഷ് ബേസിൻ ഏരിയ. വാഷ് ബേസിൻ ഡിസൈനൊക്കെ നോക്കി നല്ല പ്രീമിയം വാഷ് ബേസിൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്തൊരു ബെഡ്റൂം കൂടെ നമുക്ക് കാണാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇപ്പോൾ നാലാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വേറൊരു കിഡിലൻ കൺസെപ്റ്റാണ്. സാധാരണ നമ്മൾ കണ്ട് പരിചയിക്കാത്തൊരു കൺസെപ്റ്റാണ്. ഇതേപോലെ വലിയൊരു റൂം സൈസ് നൽകിയിരിക്കുന്നു. അതിൻ്റെ സെൻറ്റർ ഇതേപോലെ നമ്മൾ സെൻറ്ററിൽ ഒരു 75% സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാള് ഇവിടെ ടെമ്പററി വാള് കൊടുത്തിട്ടുണ്ട്. വാളിൽ വിസിബിലിറ്റി ഉണ്ട് പുറകിലേക്ക്. ഇവിടെയാണ് ആ ഒരു ഹെഡ് ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് കൊടുത്തിരിക്കുന്നു. രണ്ട് സൈഡിലും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് നൽകി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബ് കൺസെപ്റ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ, നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ വാർഡ്രോബ് ഏരിയ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അധികം നമ്മുടെ നാട്ടിൽ ഈ ഒരു പാറ്റേൺ ചെയ്ത് കാണാറില്ല. ഇതേപോലെ ഒരു ടെമ്പററി പാർട്ടീഷൻ, അതിൻ്റെ പുറകിൽ ഇതേപോലെ ഒരു വാക്കിംഗ് വാർഡ്രോബ് ഏരിയ നൽകിയിരിക്കുന്നു. നല്ല രസമുള്ളൊരു ഫിനിഷാണ് വാർഡ്രോബിനൊക്കെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള അക്രിലിക് ലാമിനേറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലേക്ക് വരികയാണെങ്കിൽ രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഇതേപോലെ ഒരു സെൻറ്റർ ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്ത് ഇതേപോലെ വാൾ പാനലിംഗ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് കോവ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റിംഗ് എഫക്റ്റുകളൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള എല്ലാ ടോയ്ലറ്റും കണ്ട സ്ഥിതിക്ക് ഈ ഒരു ടോയ്ലറ്റ് ഡിസൈൻ കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കും. വെറൈറ്റി ആയിട്ടുള്ള വേറൊരു കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ഡിസൈൻ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. വെട്രിഫൈഡ് ടൈല് മാറ്റ് ഫിനിഷാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ ബാൽക്കണി സ്പേസ് ഉണ്ട്. ബാൽക്കണി സ്പേസ് നമുക്കൊന്ന് കാണാം. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ബാൽക്കണി സ്പേസ് ഔട്ട്ഡോർ ഫർണിച്ചറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന റൂഫിങ്ങിലേക്ക് വരികയാണെങ്കിൽ വിത്ത് ലൈറ്റ് വരുന്ന രീതിയിലാണ് റൂഫിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കണ്ടത് കോഴിക്കോട് NST ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്ന ഒരു കിഡിലം പ്രൊജക്റ്റിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ്. ആർക്കിടെക്ട്സിനെ കുറിച്ച്, അവരുടെ സേവനങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എല്ലാ തരത്തിലുള്ള ആർക്കിടെക്ചറൽ കൺസൾട്ടൻസിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണ് NST ആർക്കിടെക്ട്സ്. ആർക്കിടെക്ട് ഷഹസാദാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്. കേരളത്തിലും ഔട്ട്സൈഡ് കേരള, സൗത്ത് ഇന്ത്യ അക്രോസ് അവരുടെ സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്ലാനിങ്, എക്സ്റ്റീരിയർ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ്, മെറ്റീരിയൽ പർച്ചേസ്, മെറ്റീരിയൽ സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കാലിക്കറ്റിലാണ് അവരുടെ ഓഫീസ് വരുന്നത്. അവരുടെ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന മറ്റു വർക്കുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അവരുമായിട്ടൊരു ഡിസ്കഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിന് ശേഷം അവരുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അവരുമായിട്ടൊരു ഡിസ്കഷൻ ചെയ്യാവുന്നതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ